വൈദ്യുതി ചാർജ് വർധന ഇനി വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കുവാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇതിൽ വാദം പൂർത്തിയായി അനുകൂല വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കൂ, അതിൽ നിന്നും എത്ര കുറവാണ് നമ്മുടെ വൈദ്യുതി ചാർജ് എന്നും മന്ത്രി പറഞ്ഞു. കരാർ കാലാവധി തീർന്ന മണിയാർ പദ്ധതിയുടെ നിയന്ത്രണാവകാശം കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് നൽകാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ധാരണയുണ്ടായത്. പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്ന KCB നിലപാട് തള്ളിയാണ് നീട്ടാനുള്ള നീക്കം. വ്യവസായശാലകൾ കൊണ്ടുവരാൻ കരാർ നീട്ടണമെന്ന് ശക്തമായി വാദിക്കുകയാണ് വ്യവസായ മന്ത്രി. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉയർത്തിയപ്പോൾ മൗനത്തിലായിരുന്നു വൈദ്യുതി മന്ത്രി. വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് വകുപ്പിന്റെയും എതിർപ്പ് മന്ത്രി പരസ്യമാക്കിയത്. ഭിന്ന നിലപാട് വൈദ്യുതി മന്ത്രി പരസ്യമാക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് കരാർ നീട്ടുന്നതിനോട് യോജിപ്പാണെന്നാണ് വിവരം. മണിയാർ മോഡൽ അംഗീകരിച്ചാൽ സമാന നിലയിലുള്ള മറ്റ് പദ്ധതികളിലെ കരാറുകളും നീട്ടണമെന്ന ആവശ്യവും സർക്കാരിനെ പരിഗണിക്കേണ്ടി വരും. NTPCയുടെയും മറ്റ് സ്വകാര്യ കമ്പനികളുടെയും ഇതിനകം സർക്കാരിനെ സമീപിച്ചു കഴിഞ്ഞു. മണിയാർ പദ്ധതിയുടെ കരാർ നീട്ടരുതെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കരാർ നീട്ടണമെന്ന വ്യവസായ വകുപ്പിന്റെ നിലപാട് അന്തിമ തീരുമാനമായില്ലെന്നും മന്ത്രി പറഞ്ഞു. മണിയാർ പദ്ധതി ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ അഭിപ്രായമെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്നാൽ കാർബോറാണ്ടത്തിന് കരാർ നീട്ടി നൽകണമെന്നാണ് വ്യവസായ വകുപ്പിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനം എടുക്കും. വൈദ്യുതി ചാർജ് വർധന ഇനി വേണ്ടിവരില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ദീർഘകാല കരാർ റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചു. വാദം പൂർത്തിയായി. വിധി പ്രതികൂലമെങ്കിൽ മാത്രം ചാർജ് വർധനവിനെക്കുറിച്ച് ആലോചനയുള്ളൂവെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വൈദ്യുതി മന്ത്രി നിലപാട് വ്യക്തമാക്കിയതോടെ കരാർ നീട്ടലിലെ അഴിമതി വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു.